കർത്താവിന്റെ നിസ്തുല നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. സ്വർഗ്ഗതലം സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസിൽ ദൈവം തന്ന വിലയേറിയ അവസരമായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകളായി സത്യാരാധന എന്താണ്, വേദപുസ്തകം വെളിപ്പെടുന്ന റിയൽ വർഷിപ്പ് എന്താണ്, ആരെ ആരാധിക്കണം, ആരെ ആരാധിച്ചു കൂടാ, ആരാധനയുടെ വ്യവസ്ഥ, നാം ആരാധിക്കുന്ന ദൈവം ആര്, അവൻ്റെ മഹത്വമെന്ത് എന്നീ വിഷയങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആരാധിക്കണം എന്നുള്ളതാണ്. ആരെ ആരാധിക്കണമെന്ന് പറഞ്ഞ ബൈബിൾ, ആരെ ആരാധിച്ചു കൂടാ എന്ന് പറഞ്ഞ ബൈബിൾ, ആരാധനയുടെ വ്യവസ്ഥ വെളിപ്പെടുത്തിയ ദൈവം ആര് തന്നെ ആരാധിക്കണമെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. 29-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ഈ കീർത്തനത്തിൽ ആര് കൊടുക്കണമെന്നും ആർക്ക് കൊടുക്കണമെന്നും എന്ത് കൊടുക്കണമെന്നും എങ്ങനെ കൊടുക്കണമെന്നുമുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 29-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നും അല്ലെങ്കിൽ ആരുടെ ആരാധനയാണ് ദൈവം കൈക്കൊള്ളുന്നതെന്നും ദൈവത്തിന് നൽകേണ്ടത് എന്താണെന്നും അവ എങ്ങനെയാണെന്നും രേഖപ്പെടുത്തുന്നു. ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവപുത്രന്മാരാണ്. എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത്? മഹത്വവും ശക്തിയുമാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. എങ്ങനെ കൊടുക്കണം? അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കണം. ഇവ ഓരോന്നും വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. ആരാധന വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കാം. പ്രിയ സ്നേഹിതരെ, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവപുത്രന്മാരാണ്. ആരാധിക്കണമെന്നതിൽ 6 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ദൈവപുത്രന്മാരാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. എന്ത് കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്? മഹത്വവും ശക്തിയുമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യൻ പല വഴികളും നോക്കുന്നുണ്ട്. വലിയ ഖജന പൊട്ടിക്കുന്ന ആളുകളുണ്ട്. വെടിമരുന്ന് ശേഖരം കൂട്ടിവെച്ച് ദൈവപ്രസാദത്തിന് വേണ്ടി വെടിപൊട്ടിക്കുന്നു. ചിലർ ദൈവപ്രസാദത്തിന് വേണ്ടി ദീപങ്ങൾ തെളിയിക്കുന്നു. ചിലർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഘോരമായ ശബ്ദമുണ്ടാക്കുന്നു. വലിയ വീപ്പച്ചെണ്ടയൊക്കെ എടുത്ത് കൊട്ടി ഭയങ്കര ശബ്ദത്തിൽ ബാൻഡുമേളവും ചെണ്ട കൊട്ടുമൊക്കെ നടത്തുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പിന്നെ പഠിക്കുന്നതാണ്. ഞാൻ കൂടെ പറയാറുള്ള പദമൊന്ന് ഇപ്പോൾ ഈ വിഷയം വന്നുകൊണ്ട് ആവർത്തിക്കാം. നമ്മുടെ ദൈവം ആരെന്ന് നിങ്ങൾക്കറിയാം. അവൻ ഇടിവെട്ടിക്കുന്ന ദൈവമാണ്. ഒരു ഇടി, ഒരു മിന്നൽ, അതെത്രയോ വർഷത്തേക്കൊരു മിന്നലിൽ മനുഷ്യന് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇടിവെട്ടിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ വെടിയുടെ ആവശ്യമില്ല. സൂര്യചന്ദ്രന്മാരെ നിർമ്മിച്ച ദൈവം, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നിർമ്മിച്ച ദൈവത്തിന് നിങ്ങളുടെ മെഴുകുതിരി വെട്ടം ആവശ്യമില്ല. ഭൂമിയിലുള്ള സകല സാമ്പ്രാണികളും സകല സുഗന്ധ ദ്രവ്യങ്ങളും നിർമ്മിച്ച, സകല അത്തറുകളും നിർമ്മിച്ച, സകല പുഷ്പങ്ങൾക്കും മണം വരുവാൻ കാരണമായ ഏറ്റവും മനോഹാരിതമായ സുഗന്ധങ്ങളെ നിർമ്മിച്ച ദൈവത്തിന്, സുഗന്ധക്കൂട്ടുണ്ടാക്കിയ ദൈവത്തിന് നിങ്ങളുടെ സാമ്പ്രാണിത്തിരിയുടെ ആവശ്യമില്ല. അറേബ്യൻ മണലാരണ്യത്തിൽ മഹാസമുദ്രത്തിലെ വെള്ളം പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയ ദൈവത്തിന്, എണ്ണ നിക്ഷേപം നടത്തിയ ദൈവത്തിന് നിങ്ങളുടെ ഒരു തുടം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. സുഹൃത്തേ, ഈ കണ്ട നാളികരങ്ങളെ മുഴുവൻ നിർമ്മിച്ച തെങ്ങും, കൽപ്പവൃക്ഷമായ തെങ്ങും തേങ്ങയും ഉണ്ടാക്കിയ ദൈവത്തിന് നിങ്ങളുടെ ഒരു തേങ്ങയുടെ ആവശ്യമില്ല. ദൈവത്തിന് വേണ്ടത് നിങ്ങളെയാണ്. ദൈവത്തിന് വേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്രധ്വനികളാണ്. ആവർത്തിച്ച് ഉരുവിടുന്ന ജൽപ്പനങ്ങളല്ല ദൈവത്തിന് ആവശ്യം. ഹൃദയത്തിൽ നിന്ന് നന്ദി പുരസ്പരം ഉയരുന്ന സ്തോത്രധ്വനി, അതിൽ ദൈവം പ്രസാദിക്കും. നമ്മൾ ആ വിഷയത്തിലേക്ക് വീണ്ടും വരാം.
ഇവിടെ ദൈവപുത്രന്മാരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എല്ലാ ആരാധനയും ദൈവം സ്വീകരിക്കില്ല. ആരെന്ത് കൊണ്ട് കൊടുത്താലും വാങ്ങാനിരിക്കുന്ന ഒരാളല്ല ദൈവം. ആരാണ് ദൈവപുത്രന്മാർ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആരാണ് അവൻ? ക്രൂശിൽ മരിച്ച യേശുവിനെ ഒരു വ്യക്തി കൈക്കൊള്ളുമ്പോൾ, യേശുവേ ഞാൻ പാപിയാണ്, നീ എൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചെന്ന് വിശ്വസിക്കുന്നു, നിൻ്റെ പാവനയോരയാൽ എൻ്റെ പാപം കഴുകണം, നീ എനിക്ക് വേണ്ടി പ്രതിമരണം വരിച്ചു, അങ്ങേ രക്ഷിതാവായി സ്വീകരിക്കുന്നു, അങ്ങനെ രക്ഷകനാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം അവൻ്റെ സകല പാപവും പോക്കി അവനെ ശുദ്ധീകരിക്കുന്നു. അവൻ ദൈവപൈതലാകുന്നു. അങ്ങനെ ദൈവപൈതലായി തീർന്ന ഒരുവൻ്റെ സ്തോത്രമേ, സ്തുതിയെ, ആരാധനയെ ദൈവം കൈക്കൊള്ളുള്ളൂ എന്ന് വേദപുസ്തകം പറയുന്നു. ദൈവം വിശുദ്ധനാണ്. പല ആവർത്തി ബൈബിൾ പറയുന്നു വിശുദ്ധനാണ് ദൈവം. പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന് സമാഗമന കൂടാരം ഉണ്ടാക്കാൻ കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. വിശുദ്ധ മന്ദിരം. ദൈവം വിശുദ്ധനാണ്. ദൈവം വസിക്കേണ്ട മന്ദിരവും വിശുദ്ധമായിരിക്കണം. അപ്പൊ അശുദ്ധനായ മനുഷ്യൻ നൽകുന്ന അശുദ്ധ വസ്തുക്കൾക്ക് വിശുദ്ധനായ ദൈവം കൈനീട്ടില്ല. ദൈവം വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യൻ, വിശുദ്ധനായ മനുഷ്യൻ്റെ വിശുദ്ധ കൈകളിൽ നിന്ന് ലഭിക്കുന്നതിന് മാത്രമേ ദൈവം കൈനീട്ടുള്ളൂ, ദൈവം സ്വീകരിക്കുള്ളൂ. അപ്പോൾ ആദ്യം മനുഷ്യൻ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. പഴയ നിയമ കാലഘട്ടത്തിലും യാഗപീഠം ഉൾപ്പെടെ എല്ലാം രക്തത്താൽ ശുദ്ധീകരിക്കണമായിരുന്നു. ദൈവപൈതൽ ആയവൻ്റെ പ്രാർത്ഥന, ദൈവപുത്രൻ്റെ ആരാധന, ദൈവമക്കളുടെ ആരാധന ദൈവം കൈക്കൊള്ളുള്ളൂ. സുഹൃത്തെ, എങ്ങനെ ജീവിച്ചിട്ടും ദൈവത്തെ ആരാധിക്കാമെന്ന് വിചാരിക്കരുത്. അകത്ത് മുഴുവൻ കള്ള് നിറഞ്ഞിരിക്കുമ്പോൾ സ്തുതിഗീതങ്ങൾ പാടുന്നവരുണ്ട്. മുറുക്കി തുപ്പി വാ കഴുകിയിട്ട് വന്നിട്ട് ഉടനെ ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്. പുകവലിച്ച് ശരീരം അശുദ്ധമാക്കിയിട്ട് അത് കാലുകൊണ്ട് ചവിട്ടി കെടുത്തിയിട്ട് ആരാധിക്കാൻ കയറുന്ന ആളുകളുണ്ട്. ഈ ആരാധനയൊന്നും ദൈവം കൈക്കൊള്ളില്ല. നിങ്ങളുടെ ശരീരം ദൈവം വസിക്കേണ്ട മന്ദിരമാണ്. അത് നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും. പുകക്കുഴലാക്കാനുള്ളതല്ല നിങ്ങളുടെ മൂക്ക്, കള്ള് നിറയ്ക്കാനുള്ളതല്ല നിങ്ങളുടെ വയറ്. ദൈവം വസിക്കേണ്ട മന്ദിരം വിശുദ്ധമായിരിക്കണം. അങ്ങനെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഉയരുന്ന സ്തോത്രധ്വനിയെ ദൈവം കൈക്കൊള്ളുകയുള്ളൂ. 29-ാം സങ്കീർത്തനം പറയുന്നു, ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവപുത്രന്മാരാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണമെന്ന കൂട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു. വീണ്ടെടുപ്പ് പ്രാപിച്ചതിനാൽ, മനുഷ്യനെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കുക. അപ്പോൾ രണ്ടാമത് ബൈബിൾ പറയുന്നു, വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കണം. വെളിപ്പാട് പുസ്തകം 5:9, പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടെന്ന് രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശം ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവർ രാജ്യവും പുരോഹിതന്മാരാക്കി വെച്ച് അവർ ഭൂമിയിൽ വാഴുന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവനാ ദൈവത്തെ ആരാധിക്കേണ്ടത്. പാപത്തിൽ കിടക്കുന്നവന്, പാപത്തിൽ നിബന്ധിച്ചവന്, അശുദ്ധിയിൽ ജീവിക്കുന്നവന്, അശുദ്ധി ചെയ്യുന്നവന് ദൈവത്തെ ആരാധിപ്പാൻ വ്യവസ്ഥയില്ല. വിശുദ്ധീകരിക്കപ്പെടണം. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. ദൈവവേദനായെന്ന് ഉറപ്പ് പ്രാപിക്കണം. വീണ്ടെടുക്കപ്പെടുന്ന ഉറപ്പ് പ്രാപിക്കണം. അവനർപ്പിക്കുന്ന അർപ്പണമേ ദൈവം കൈക്കൊള്ളുന്നു ബൈബിൾ പറയുന്നു. എങ്ങനെയും പണമുണ്ടാക്കി കള്ളക്കടത്തിലൂടെയോ കള്ളക്കച്ചവടത്തിലൂടെയോ പണമുണ്ടായിട്ട് അതിൽ കുറേ പണം ദൈവത്തിന് കൊടുത്താൽ ദൈവം പ്രസാദിക്കും ചിന്തിക്കുന്നവരുണ്ട്. എങ്ങനെയും ജോലിക്കാരെ കൂലിക്കാരെ പിഴിഞ്ഞോ, വഞ്ചന നടത്തിയോ, തട്ടിപ്പ് നടത്തിയോ, കള്ളക്കച്ചവടം നടത്തിയോ, കള്ളക്കടത്ത് നടത്തിയോ കുറേ പണമുണ്ടാക്കി അതിൽ കുറേ ദൈവവേലയ്ക്ക് കൊടുത്താൽ ദൈവം പ്രസാദിക്കും ചിന്തിക്കുന്നുണ്ട്. നോ, ദൈവം പ്രസാദിക്കില്ല അങ്ങനെയുള്ളത്. ദൈവത്തിന് അങ്ങനെയുള്ളത് വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, സർവ്വലോകവും അവൻ്റേതാണ്, ഈ യൂണിവേഴ്സ് അവൻ്റെ വകയാണ്. നിങ്ങളുടെ പിച്ചക്കാശ് ദൈവത്തിന് വേണ്ട സുഹൃത്തെ. നിങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. നിങ്ങൾ അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? 103-ാം സങ്കീർത്തനം 20-ാം വാക്യം, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ള യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ള യഹോവയെ വാഴ്ത്തുവീൻ.
അപ്പോൾ ആരുടെ ആരാധനയാണ് ദൈവം കൈക്കൊള്ളുന്നത്? അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരെ വീരന്മാരെന്ന് ബൈബിൾ പറയുന്നു. അവരെ യഹോവയെ വാഴ്ത്തട്ടെ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായവൻ്റെ സകല സൈന്യങ്ങളും യഹോവയെ വാഴ്ത്തട്ടെ. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്, ദൈവം ചെയ്യണമെന്ന് പറയുന്ന കൽപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നില്ല. ചെയ്യരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നു. വിഗ്രഹത്തെ ഉണ്ടാക്കാനും വണങ്ങാനും ദൈവം പറഞ്ഞിട്ടില്ല. മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കാൻ, കരയാൻ, നിലവിളിപ്പാൻ ദൈവം പറഞ്ഞിട്ടില്ല. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞില്ല. അതെല്ലാം മനുഷ്യൻ ചെയ്യുന്നു. റാസ നടത്താൻ, വെടിക്കെട്ട് നടത്താൻ, കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കാൻ, ആർപ്പിടാൻ, ബഹളം വെക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. മനുഷ്യനോട് ദൈവം പറഞ്ഞ് മാനസാന്തരപ്പെടുക, പാപങ്ങളേറ്റു പറയുക. വിശുദ്ധ കൽപ്പനയാണ് സ്നാനം, നിമജ്ജന സ്നാനം സ്വീകരിക്കുക, വേർപാട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുക, സഹജീവികളോട് നന്മ കാണിക്കുക, നന്മ ചെയ്യുക, കൂട്ടായ്മ ആചരിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക. ഇത് മനുഷ്യൻ ചെയ്യില്ല. ചെയ്യാൻ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്യുന്നില്ല. യേശുവിൻ്റെ ചോരയാൽ കഴുകൽ പ്രാപിക്കണം, രക്ഷാനിർണയം പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം. ഈ വിഷയങ്ങൾ മനുഷ്യൻ ചിന്തിക്കുന്നില്ല. എല്ലാ അശുദ്ധിയിലും ജീവിക്കുമ്പോഴും ആ അശുദ്ധിയിൽ ലഭിച്ച നന്മകൾ ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം വെളിപ്പെടുന്ന സത്യദൈവം, വിശുദ്ധ ദൈവം മനുഷ്യൻ്റെ കാഴ്ചകളിൽ പ്രസാദിക്കുന്നവനല്ല. നേർച്ച കാഴ്ചകളിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ബൈബിൾ പറയും നമ്മുടെ നീതിപ്രവർത്തിയൊക്കെയും ദൈവത്തിന് മുമ്പാകെ കറപുരുണ്ട തുണി പോലെയാണ്. അപ്പോൾ അവൻ്റെ വചനത്തിന് ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. 118-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ആര് ദൈവത്തെ ആരാധിക്കണം? 118-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. കേട്ടോ, എല്ലാവരും പറയരുത്. ആരാ ഇസ്രായേൽ? തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അഹരോൻ. 3 വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. സ്നേഹിതരെ, എല്ലാവരുടെയും ആരാധന സ്വീകരിക്കുന്നവനല്ല സർവശക്തനായ ദൈവം. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ആദ്യം അർപ്പകൻ ശുദ്ധീകരിക്കപ്പെടണം, എങ്കിലേ അർപ്പണം ദൈവം അംഗീകരിക്കൂ. നിന്റെ നാവ് ശുദ്ധീകരിക്കപ്പെട്ടതാണോ? നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടതാണോ? നിന്റെ കൈകൾ വിശുദ്ധീകരിക്കപ്പെട്ടതാണോ? നിന്റെ ആരാധന ദൈവം സ്വീകരിക്കണമെങ്കിൽ നിന്റെ അധരം ശുദ്ധീകരിക്കപ്പെടണം. വായു വരുന്ന തെറിവാക്കുകൾ മുഴുവൻ പറഞ്ഞിട്ടും ദൈവത്തെ വിളിക്കുന്ന ആളുകളുണ്ട്. നേരം വെളുത്താൽ രാവിലെ മുതൽ സന്ധ്യ വരെ തെറിപ്പാട്ട് പാടിയിട്ട് സന്ധ്യ സമയത്ത് ജപം നടത്തുന്നവരുണ്ട്, പ്രാർത്ഥന നടത്തുന്നവരുണ്ട്, പാട്ട് നല്ല മനോഹരമായി പാടുന്നവരുണ്ട്. വൈകുന്നേരം വരെ മറ്റുള്ള മനുഷ്യനെ ദ്രോഹിക്കാനുള്ള എല്ലാ ദ്രോഹസൂത്രങ്ങളും കണ്ടുപിടിച്ച് പണിയൊപ്പിച്ച് കൂട്ടിപ്പിടിപ്പിച്ച് അടിയുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് വലിയ നീട്ടി പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ആ പ്രാർത്ഥനയും ആ പാട്ടുമൊന്നും ദൈവം അംഗീകരിക്കില്ല. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ആര് പറയണം? യഹോവ ഭക്തന്മാർ പറയണം. അവർക്കാണ് അതിന് യോഗ്യത. ദൈവം യഹോവ ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് കൈക്കൊള്ളുന്നത്, ആരാധനയാണ് കൈക്കൊള്ളുന്നത്. 107-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ നോക്കൂ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. കേട്ടോ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വയലിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലുമുള്ള ദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാരങ്ങനെ പറയട്ടെ. ദൈവത്തെ ആരാധിക്കേണ്ടത് അവൻ്റെ വിമുക്തന്മാരാണ്, വിടുതൽ ലഭിച്ചവരാണ്, കിഴക്കും പടിഞ്ഞാറും തെക്കുമുള്ള ദേശത്തിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ്. 116-ാം സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു വാക്യമുണ്ട്, 16-ാം വാക്യം, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ബന്ധനം അഴിയപ്പെട്ടവനാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. പാപത്തിൻ്റെ ബന്ധനം, രോഗത്തിൻ്റെ ബന്ധനം, പൈശാചി ബന്ധനം, ആഭിചാര ബന്ധനം, പൗരോഹിത്യ ബന്ധനം, ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അതിൽ കുടുങ്ങിക്കിടക്കുന്നവനല്ല. സകല പാപത്തിലും അശുദ്ധിയിലും ജീവിച്ചിട്ട് ശരീര അവയവങ്ങൾ മുഴുവൻ പാപത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ അശുദ്ധവാകൊണ്ട് അശുദ്ധ കൈകൊണ്ടുള്ള പ്രവൃത്തി ദൈവം അംഗീകരിക്കില്ല. നീ ആദ്യം ശുദ്ധീകരിക്കപ്പെടണം. അർപ്പകൻ ആദ്യം ശുദ്ധീകരിക്കപ്പെടണം, എങ്കിലേ അർപ്പിത വസ്തുക്കൾ വിശുദ്ധനായ ദൈവം കൈക്കൊള്ളുള്ളൂ. പ്രശസ്തനായൊരു പ്രസംഗം പറഞ്ഞിട്ടുള്ളൊരു കോട്ടിങ് ഞാൻ പറയാം.
ഒരു കുഷ്ഠരോഗി, അയാളുടെ കയ്യിൽ മനോഹരമായ വളരെ സ്വാദുള്ള ഒരു ഭക്ഷണം ഇരിക്കുന്നു. നിങ്ങൾ വിശന്നു വലഞ്ഞ് ചെന്നാലും കുഷ്ഠരോഗിയുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണം അവൻ തന്നാൽ നിങ്ങൾ വാങ്ങിക്കഴിക്കില്ല. കുഷ്ഠരോഗി ശുദ്ധീകരിക്കപ്പെടണം. കുഷ്ഠരോഗിയുടെ കയ്യിൽ നിന്നുള്ള ഭക്ഷണം നിങ്ങൾ വാങ്ങിക്കഴിക്കില്ലെങ്കിൽ പാപത്താൽ കുഷ്ഠം പിടിച്ച മനുഷ്യൻ്റെ അർപ്പിക്കുന്ന അശുദ്ധ വസ്തു ദൈവം കൈക്കൊള്ളില്ല. ആദ്യം മനുഷ്യൻ പാപപരിഹാരം പ്രാപിക്കണം, പാപമോചനം നേടണം, വിശുദ്ധീകരിക്കപ്പെടണം, ദൈവപൈതലാകണം. ഒരു ദൈവപൈതൽ അർപ്പിക്കുന്നതാണ് ദൈവം കൈക്കൊള്ളുന്നത്. പ്രിയ സ്നേഹിതരെ, ഇപ്പോൾ ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു. 1, ദൈവപുത്രന്മാർ ദൈവത്തെ ആരാധിക്കട്ടെ. 2, വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കട്ടെ. 3, അവൻ്റെ വചനത്തിന് ശബ്ദം കേട്ടവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. 4, യഹോവ ഭക്തന്മാർ ദൈവത്തെ ആരാധിക്കട്ടെ. 5, അവൻ്റെ വിമുക്തന്മാർ ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവകൽപ്പന അനുസരിക്കാൻ മനസ്സില്ലാത്തവൻ്റെ ആരാധന ദൈവത്തിന് വേണ്ട. വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. വിശുദ്ധനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. രക്ഷിക്കപ്പെടാൻ മനുഷ്യന് മനസ്സില്ല, മനസ്സാന്തരപ്പെടാൻ മനസ്സില്ല. ദൈവകൽപ്പനയാണ് സ്നാനം, അതേൽക്കാൻ മനസ്സില്ല. വേർപാടും വിശുദ്ധിയിലും ആരാധിക്കാൻ മനസ്സില്ല. പിന്നെ എങ്ങനെയും പണം സമ്പാദിച്ച് അതിലാണ് അർപ്പിക്കുന്ന ദൈവം സ്വീകരിച്ചോണം. അങ്ങനെയൊക്കെ മനുഷ്യനെ പശാച് കുടുക്കിയിരിക്കുകയാണ്, വഞ്ചിച്ചിരിക്കുകയാണ്. യഥാർത്ഥ ആരാധന എന്താണെന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ യഥാർത്ഥ വിശുദ്ധിയും വിശുദ്ധ ജീവിതം എന്തെന്നുകൂടെ നിങ്ങൾ പഠിക്കണം. ദൈവം കൈക്കൊള്ളുന്ന, ദൈവം പ്രസാദിക്കുന്ന ആരാധന നിങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെടണം. സുഹൃത്തുക്കളെ, 6-മതായി ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വേദഭാഗമാണിത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് സമരിയ സ്ത്രീയുമായുള്ള സംഭാഷണം നമ്മൾ കാണുന്നു. നമ്മൾ ഒരിക്കലും ഇത് പഠിച്ചിട്ടുള്ളതാണ്. യേശു ശമരിയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. യഹൂദദേശം വിട്ട് പിന്നെ ഗലീലയ്ക്ക് യാത്ര ശമരിലൂടെ കടന്നു പോകേണ്ടി വന്നു. യേശു ശമരിലൂടെ കടന്നു പോകേണ്ടി വന്നത് യാദൃശ്യമായി എഴുത്തുകാരന് തോന്നി. പക്ഷേ ദൈവ പ്ലാനായിരുന്നു. ഒരു പാവനിയായ സ്ത്രീയെ രക്ഷയിലേക്ക് നയിക്കാനായിരുന്നു. സുഗാർ എന്ന പട്ടണത്തിൽ ശമരിയ പട്ടണത്തിൽ വെച്ച് യേശു ശമരിയക്കാരി സ്ത്രീയെ പരിചയപ്പെടും. നിങ്ങൾക്കറിയാം, യേശുവോട് വെള്ളം ചോദിക്കുന്നു. ഒത്തിരി സംഭാഷണങ്ങൾക്ക് അവസാനം അവൾ പറഞ്ഞു, എനിക്ക് ജീവനുള്ള വെള്ളം വേണം. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ജീവനുള്ള വെള്ളം തരാം, പക്ഷെ നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ലെന്ന്. പക്ഷെ സർവജ്ഞാനിയായ കർത്താവ് പറഞ്ഞു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിൻ്റെ ഭർത്താവല്ല. നീ പറഞ്ഞ സത്യം തന്നെ. 19-ാം വാക്യം, സ്ത്രീ അവനോട്, യജമാനെ നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ ആരാധനയെക്കുറിച്ച് പറയുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കുന്ന സ്ഥലം യെരൂശലേമെന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പം 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ലാത്തവളും ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്. ഉണ്ടോ? ഏത് അശുദ്ധിയിൽ ജീവിച്ചാലും ആരാധനയ്ക്ക് കുറവില്ലാത്ത ആളുകളുണ്ട്. ദൈവം അങ്ങനെയുള്ള ആരാധന കൈക്കൊള്ളുന്നില്ല. ഭൂമിയിലെ അവസ്ഥ എങ്ങനെയാണ്? എങ്ങനെയും ജീവിക്കാം, ഞായറാഴ്ച വരെ എങ്ങനെയും ജീവിക്കാം. ഞായറാഴ്ച കുർബാനയ്ക്ക് വന്നാൽ മതി, അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി എങ്ങനെയും ജീവിക്കാം. അത് വേദപുസ്തക പ്രമാണമല്ല. ഒരു ദൈവവേലയുടെ ജീവിതം 24 മണിക്കൂറും 7 ദിവസവും 360 ദിവസവും വചനവ്യവസ്ഥയിലായിരിക്കണം. അപ്പോൾ അവൾ മലയ്ക്ക് പ്രാധാന്യം നൽകുകയാണ്. ഗർസീം മലയിലാണ് ശമരിയക്കാരാരാധിച്ചത്. യെരൂശലേം ദൈവാലയമുള്ള സ്ഥലത്ത് യഹൂദന്മാർ പ്രാധാന്യം കണ്ടു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലും ആ മലയിലും യെരൂശലേമിലല്ല, നാഴിക വരുന്നു. സത്യ നമസ്കാരികൾ 23-ാം വാക്യം, പിതാവിനെ ആത്മാവിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു. തന്നെ നമസ്കരിക്കുന്നത് ഇങ്ങനെയുള്ളവരായിരിക്കണം ദൈവം ഇച്ഛിക്കുന്നു, പിതാവ് ഇച്ഛിക്കുന്നു. എങ്ങനെയുള്ളവർ? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പിന്നെ പഠിക്കും. മലയ്ക്കല്ല പ്രാധാന്യം, സ്ഥലത്തിനല്ല പ്രാധാന്യം, ഇടത്തിനല്ല പ്രാധാന്യം, വരുന്ന വ്യക്തിക്കാണ് വേദപുസ്തകം പ്രാധാന്യം നൽകുന്നത്. കെട്ടിടത്തിനല്ല പ്രാധാന്യം. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന ഇടം എത്ര വലുത്, അതിൻ്റെ ഉയരം എത്ര വലുത്, എത്ര ആളുകൾ അവിടെ സംബന്ധിക്കുന്നു, അതൊന്നുമല്ല ദൈവം നോക്കുന്നത്. നിങ്ങളുടെ ദേവാലയം അമ്പല ചുംബിയാണോ, കോടിക്കണക്കിന് ഡോളർ വിലയുള്ളതാണോ, ഇതൊന്നും ദൈവം നോക്കുന്നില്ല. ആരാധകൻ എങ്ങനെയുള്ളവനാണെന്നാണ് ദൈവം നോക്കുന്നത്. മദ്യപിക്കുന്നവനും പുകവലിക്കുന്നവനും ഭാര്യയെ തല്ലുന്നവനും
സകല ദുർവൃത്തിക്കും ഉടമസ്ഥനും കൂടെ ഒന്നിച്ചു ചേർന്നുള്ള ആരാധനയല്ല ദൈവം പ്രസാദിക്കുന്ന ആരാധന. അക്ഷരത്തിന് പഴക്കത്തുള്ള ആരാധനയല്ല പ്രസാദിക്കുന്നത്. എഴുതി തയ്യാറാക്കിയ ചൊല്ലുകൾ എല്ലാ ആഴ്ചയും ചൊല്ലുന്നതല്ല ദൈവം പ്രസാദിക്കുന്നത്. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. തന്നെ നമസ്കരിക്കേണ്ടവർ ഇങ്ങനെയുള്ളവരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. സത്യത്തിലും അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ദൈവം അനുവദിച്ചാൽ പഠിക്കാം. പ്രിയരേ, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ ഗുണം, അവരുടെ വിശേഷതകൾ എന്തൊക്കെയായിരുന്നു? കൊരിന്ത്യർ ലേഖനം മരുഭൂമിയിൽ ആരാധിച്ച ഇസ്രായേലിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10-1 വാക്യങ്ങളിൽ മരുഭൂമിയിൽ ആരാധിച്ചവരുടെ യോഗ്യതകൾ വെളിപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിനുള്ളിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റു. മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാകാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ലവരെ മരുഭൂമിയിൽ ദൈവം തള്ളിയിട്ടളഞ്ഞ് നിങ്ങൾ അറിയാതിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മരുഭൂമിയിൽ സമാന കൂടാരത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കൂടി വന്നവർ, അവരുടെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? 1, അവരെല്ലാവരും പെസഹ കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു. 2, അവരെല്ലാവരും ചെങ്കടൽ കടന്നവരായിരുന്നു. 3, അവരെല്ലാവരും മിസ്രയീം വിട്ടവരായിരുന്നു. 4, അവരെല്ലാവരും മോശയോട് ചേർന്നവരായിരുന്നു. 5, അവരെല്ലാവരും അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും വഴി നടത്തപ്പെട്ടവരായിരുന്നു. പെസഹ കുഞ്ഞാടിൻ്റെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെടുന്നത്, വീണ്ടെടുക്കപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ ചോരയാൽ കഴുകൽ പ്രാപിക്കുന്ന നിദാനമാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിൽ വിശ്വസിക്കുക 1. 2, ചെങ്കടൽ കടക്കുക, അത് സ്നാനത്തിന് മുൻകുറി എന്ന് ബൈബിൾ പറയുന്നു. യേശുവിൻ്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ചവനാണ് ചെങ്കടൽ കടക്കേണ്ടത്, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടവനാണ് സ്നാനപ്പെടേണ്ടത്. അവർ മിസ്രയീം വിട്ടവരായിരുന്നു. അവർ മോശയോട് ചേർന്നവരായിരുന്നു. അവർ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും വഴി നടത്തപ്പെട്ടു. അത് പരിശുദ്ധാത്മാവിൻ്റെ നിഴൽ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുക. പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തു എൻ്റെ പേർക്ക് വേണ്ടി മരിച്ചെന്നും യേശുവിൻ്റെ പാപനയോരയാൻ്റെ പാപം കഴുകപ്പെട്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന ഉറപ്പുണ്ടോ? പുതുതായി ജനിച്ചത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ദൈവകൽപ്പനയായ സ്നാനം, നിമജ്ജന സ്നാനം നിങ്ങൾ ഏറ്റിട്ടുണ്ടോ? പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിനോട് ചേർന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിനാണ് വാഗ്ദത്ത കനാൻ ദൈവം പ്രോമിസ് ചെയ്തത്, വാഗ്ദാനം നൽകിയത്. ആ നാട്ടിലെത്താൻ അവരിൽ പലർക്കും കഴിഞ്ഞില്ല. അവർ ദുർമാർഗികളായി, വിഗ്രഹാരാധികളായി പരസംഗം ചെയ്തു, വഴിയിൽ പോയി എന്ന് ബൈബിൾ പറയുന്നു. ആരാധിക്കേണ്ടത് ആർ? ദൈവപുത്രന്മാരാണ് ആരാധിക്കേണ്ടത്. വീണ്ടെടുക്കപ്പെട്ടവരാണ് ആരാധിക്കേണ്ടത്. അതിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ടവൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ് ആരാധിക്കേണ്ടത്. ഹോവാ ഭക്തന്മാരാണ് ആരാധിക്കേണ്ടത്. അവൻ്റെ വിമുക്തന്മാരാണ് അവനെ ആരാധിക്കേണ്ടത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരുടെ ആരാധനയാണ് ദൈവം കൈക്കൊള്ളുന്നത്. നിങ്ങൾക്ക് ഈ മഹത്വരമായ അനുഭവങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനായി നിങ്ങൾ ഏൽപ്പിക്കപ്പെടണം. അനേകരെ ദൈവം വിളിച്ചിട്ടും മനുഷ്യനെ ഭയപ്പെട്ട്, മനുഷ്യനെ ശങ്കിച്ച് ഈ സത്യാരാധനയിലേക്ക് വരാതെ അനേകർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിങ്ങളുടെ വിമോചനം ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിടുതൽ ദൈവം ആഗ്രഹിക്കുന്നു. ഏത് നിമിഷവും മരണം നിങ്ങളെ കടന്നു പിടിക്കാം. അല്ല, ഏത് നിമിഷവും യേശു വരാം. നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. അവൻ നമ്മോട് കാര്യം തീർക്കുന്ന ആളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യഭയം ഒരു കണിയാണ്. മനുഷ്യഭയം അകറ്റി ദൈവത്തെ ഭയപ്പെടൂ. സത്യദൈവത്തെ ആരാധിക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും സത്യ ആരാധനയ്ക്കായി നിങ്ങൾ ഇറങ്ങണം. ഞാൻ നേരത്തെ ഓർപ്പിച്ചുള്ള പോലെ ഈ ഭൂമിയിൽ ആദ്യം വീണ രക്തം ഒരു സത്യാരാധകൻ്റേതായിരുന്നു. ഹാബേൽ ദൈവത്തിന് കായിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ച ഹാബേലിൻ്റെ രക്തം ഈ ഭൂമിയിൽ വീണു. ജ്യേഷ്ഠനായ കായൻ ഹാബേലിനെ കൊന്നു. പ്രിയ സ്നേഹിതരെ, ജീവരക്തം ഊറ്റേണ്ടി വന്നാലും സത്യാരാധനയ്ക്കായി നിൽക്കണം. നിങ്ങൾ സത്യം അറിഞ്ഞിട്ട് ഭീരുക്കളെ പോലെ ഒളിച്ചിരിക്കരുത്. സത്യമറിഞ്ഞവൻ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയുള്ള ന്യൂനപക്ഷമായിരിക്കാം, അപമാനിക്കപ്പെടുന്നവരായിരിക്കാം, ഒറ്റപ്പെടുന്നവരായിരിക്കാം, തള്ളപ്പെടുന്നവരായിരിക്കാം. പക്ഷെ ദൈവത്തിന് ന്യൂനപക്ഷമായി നിൽക്കൂ. ദൈവത്തോടൊപ്പം നിൽക്കൂ. ഇത് നിങ്ങളുടെ ദൈവ സന്ദേശമാണ്. ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും തള്ളിക്കളയാത്ത ഒരുവൻ, കൈവിടാത്ത ഒരുവൻ നിങ്ങളോടെ ഉണ്ട്. നിങ്ങളോടുകൂടെയുള്ളവൻ അവരോടുകൂടെയുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയ സ്നേഹിതരെ, ലോകം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലവും ദൈവം നിങ്ങൾ പ്രതികൂലമാകുന്നതിനേക്കാൾ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ അതാണ് ശ്രേഷ്ഠത. യേശുവിനോടൊപ്പമുള്ള ജീവിതം, സർവശക്തനായ ദൈവത്തോടൊപ്പം ജീവിതം ജയം തരുന്ന ജീവിതമാണ്. നിങ്ങൾക്ക് ദൈവത്തിനായി ഇട നൽകട്ടെ.
യേശുവിൻ്റെ ചോരയാൽ പാപം കഴുകപ്പെട്ടെന്ന് ഉറപ്പ് പ്രാപിക്കൂ. നിങ്ങളുടെ ആരാധന ദൈവം കൈക്കൊള്ളുന്ന ഉറപ്പ് പ്രാപിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്ന ഉറപ്പ് പ്രാപിക്കൂ. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ സ്ഥലങ്ങളിൽ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ സത്യാരാധനയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഒരു കൂട്ടത്തെ വേർതിരിക്കണമേ. വചന വ്യവസ്ഥയിൽ ആരാധിപ്പാൻ, ഉപദേശ വിശുദ്ധിയിൽ ആരാധിപ്പാൻ, ദൈവം കൽപ്പിക്കുന്നിടത്ത് ആരാധിപ്പാൻ, ദൈവം ഇച്ഛിക്കുന്നിടത്ത് ആരാധിക്കാൻ, ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തവനെ ആരാധിപ്പാൻ ഒരു കൂട്ടത്തെ നീ ഒരുക്കണമേ. കർത്താവേ, അങ്ങേ വേർപാണ്ട് സത്യത്തിൽ ആരാധിപ്പാൻ മനസ്സുണ്ടായിട്ട് കഴിയാത്ത അനേകരുണ്ട്. ഷാജിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിയവർ, പാരമ്പര്യ ബന്ധനത്തിൽ കുടുങ്ങിയവർ, അവരെ നീ വിടുവിക്കണമേ, അവരെ രക്ഷിക്കണമേ. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവർത്തികളാൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയതുപോലെ ഈ ജനത്തെ നീ രക്ഷിക്കണമേ. നിന്റെ കരവർക്ക് അനുകൂലമായി ചലിക്കട്ടെ. അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥനകനായി സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാഷണം കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതരോടും പറയുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.